നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും കേരള വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കാണ് സാധ്യതയുള്ളത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെ 3 ജില്ലകളിലൊക്കെ റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിതീവ്ര മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണമെന്നും അധികൃതർ പറഞ്ഞിട്ടുണ്ട്. മഴക്കെടുതികളുടെ സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ വയനാട്ടിൽ ഷിഗല്ല ആശങ്ക വലിയ ആശങ്കയാണ് പടർത്തുന്നത്. ഇന്ന് ഉന്നതതല യോഗത്തിനൊക്കെയായി ആരോഗ്യമന്ത്രി വയനാട് സന്ദർശിക്കുമെന്നൊക്കെ ഒരു വിവരം ലഭിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വലിയൊരു ആശ്വാസ വാർത്ത തന്നെയാണ് പശ്ചിമേഷ്യയിൽ നിന്നും ലഭിക്കുന്നത്. ഇറാൻ തൽക്കാലത്തേക്ക് ആക്രമണം നിർത്തി എന്നൊരു റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി നിരവധി വാർത്തകൾ തയ്യാറാണ്. പ്രധാന തലക്കെട്ടുകളോട് തന്നെ തുടങ്ങാം. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിലും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. 2 ജില്ലകളിൽ ഓറഞ്ചും 6 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും. വയനാട്ടിൽ ആശങ്കയായി ഷിഗല്ല രോഗബാധ. രോഗം സ്ഥിരീകരിച്ച 21 കുട്ടികൾ ചികിത്സയിൽ തുടരുന്നു. 4 കുട്ടികൾ നിരീക്ഷണത്തിൽ. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് വയനാട്ടിൽ. ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്ക് ഇന്ന് നിർണായകം. 5 പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി വിധി പറയും. വിധി പറയുന്നത് 3 ദിവസത്തെ വാദപ്രതിവാദത്തിനൊടുവിൽ. നടൻ ടിനി ടോമിനെതിരായ പരാതിയിൽ നടി അൻസിബയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം. നടപടി ടിനി ടോം വർഗീയ പരാമർശവും സൈബർ അധിക്ഷേപവും നടത്തിയെന്ന പരാതിയിൽ. ലോകകപ്പ് സന്നാഹ മത്സരത്തിൽ ഫ്രാൻസിന് ജയം. നോർത്തേൺ അയർലൻഡിനെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. മൈക്കിൾ ഒലീസയ്ക്ക് ഹാട്രിക്.